ഇന്നൊരു വയനാടൻ നോമ്പ് തുറ വിശേഷമായാലോ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ രണ്ടാൾ വീടും വയനാടാണ്. അപ്പോൾ ഇന്ന് അവിടേക്ക് നോമ്പ് തുറക്കാൻ പോയപ്പോൾ വിശേഷമാണ് നോക്കണം. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ് കേട്ടോ ഇപ്പോൾ വെള്ളം കൊണ്ടുവരുന്നത്. അവളെ വീട്ടിൽ ഓളെ കസിൻസും എല്ലാവരും ഉണ്ടേനും നോമ്പ് തുറക്കാൻ. കൂടുതലും കുട്ടിപ്പട്ടാളങ്ങൾ സീനുള്ള കേട്ടോ. രാവിലെ ഫുൾ ഓൾ പണീൻ്റെ തിരക്കിലായതുകൊണ്ട് എനിക്ക് കൂട്ടിനായിട്ടുണ്ടായി മമ്മതിനുള്ളത് കേട്ടോ ഈ ചെറുത്. അത് കഴിഞ്ഞ് പിന്നെ നോമ്പ് തുറക്കാനായപ്പോൾ അവിടെ സ്പെഷ്യൽ പറഞ്ഞാൽ വത്തക്ക ജ്യൂസ്, പിന്നെ സമൂസ, പിന്നെ എന്തോ ഒരു സ്പെഷ്യൽ ഒരു പത്തിരി എന്തോ ഒരു സാധനം ഉണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് കേട്ടോ. ഇവിടെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയത്. ഇത് വേറൊരു ഫ്രണ്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും നിസ്കരിക്കാൻ പോയി. നിസ്കരിച്ച് കുറച്ച് നേരം അവിടെ ബാൽക്കണിയിലൊക്കെ നിന്ന് അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ കളിപ്പിച്ചിരുന്ന്. അപ്പോൾ ഒന്ന് താഴ്ന്ന് വിളി വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫുഡിന് ബിരിയാണി, ബീഫ്, പിന്നെ എന്തോ ഒരു അട പോലത്തെ ഒരു സാധനം. പിന്നെ അവർക്ക് എപ്പോഴും അവിടെ കപ്പപ്പുഴുക്ക് ഉണ്ടാവുമല്ലോ ഈ നോമ്പിൻ്റെ സമയത്ത്, അത് പിന്നെ അലീസെല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിനെ അനിയത്തി ഇച്ചു ഓളെ സ്പെഷ്യൽ ഒരു ഇളനി പുഡിങ് ഉണ്ടായിരുന്നു, അത് കഴിച്ച്. അത് കഴിയുമ്പോൾ വേറൊരു ഫ്രണ്ട് പറഞ്ഞില്ലേ ഓളെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ച് മിഠായി കൊടുത്തേച്ചു, അതും കഴിച്ച് പിന്നെ താഴെ പോയി ഇച്ചുവിൻ്റെ ഇളനിപ്പുഡിയും കുറച്ചും കൂടെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി.